പൂവിളി പൂവിളി പൊന്നോണമായി. ശരിക്കും ഞാൻ ആകാശവാണി കാലം, എൻ്റെ ആകാശവാണി കാലം തുടങ്ങുന്നത് ഈ ആകാശവാണി ജോലിക്കാലം മാത്രമല്ല. ആകാശവാണിയിൽ ഈ ഒച്ചരഞ്ഞ അക്ഷരമായി എന്നൊക്കെ പറയുന്ന പോലെ ആകാശവാണിയിൽ വന്നുപെട്ടതാണ് ഞാൻ ആകാശവാണി മാതൃഭൂമി സ്റ്റഡി സർക്കിളും ആകാശവാണിയുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത്. അന്ന് തഴക്കര മാതൃഭൂമി സ്റ്റഡി സർക്കിൾ ആൻഡ് ബാലലോകം റേഡിയോ ക്ലബ്ബാണ്. തഴക്കര മാതൃഭൂമി സ്റ്റഡി സർക്കിളും റേഡിയോ ക്ലബ്ബും കൂടെ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ കത്തുകൾ എഴുതുന്നു. ആകാശവാണി ബന്ധം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 8ാം ക്ലാസ് മുതലുള്ള ബന്ധമാണത്. ആദ്യമായിട്ട് റേഡിയോ അമ്മാവന് കത്തെഴുതുക, എന്നിട്ട് എല്ലാ മാസത്തിലും മുരളീധരൻ്റെ കഥയും അല്ലെങ്കിൽ മുരളീധരൻ്റെ ലേഖനവും ഗോപാലകൃഷ്ണൻ്റെ കഥയും ഇതിങ്ങനെ സ്ഥിരമായിട്ട് അന്ന് ഗംഗാധരൻ നായർ, പി ഗംഗാധരൻ നായരാണ്, അദ്ദേഹമാണ് ഞങ്ങളുടെ റേഡിയോ അമ്മാവൻ. അപ്പം നമ്മളുടെ അക്ഷരത്തെറ്റ് പോലും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമായിരുന്നു. എനിക്ക് അയച്ച കത്തിൽ നിന്ന്, തഴക്കരയിൽ നിന്ന് വന്ന കത്തിനകത്ത് ഇന്ന തെറ്റുകളുണ്ട്, ഇന്ന കുറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന ആ സെൻറ്റൻസ് ശരിയല്ലെന്ന് പോലും നമ്മളെ അന്ന് പഠിപ്പിച്ചിരുന്നു. ശരിക്കും റേഡിയോ അമ്മാവനാണ് നമുക്ക് അങ്ങനെയൊരു ഈ ഭാഷയുടെ കാര്യത്തിൽ പോലും വലിയൊരു മാർഗദർശിയായിരുന്നു റേഡിയോ അമ്മാവൻ. അപ്പോൾ എൻ്റെ റേഡിയോ ബന്ധം അവിടെയാണ് തുടങ്ങുന്നത് ശരിക്കും. പിന്നെ ആകാശവാണിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് കോഴിക്കോടാണ് 92-ൽ. അപ്പോൾ അന്നത്തെ ആകാശവാണിയുടെ ഓണക്കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആകാശവാണിക്ക് നമ്മളുടെ വീടുകളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഉത്തിരാടപ്പാച്ചിൽ പോലെ തന്നെയാണ് ആകാശവാണിയുടെ ഒരു പാച്ചിൽ. കാരണം എല്ലാവരും സ്റ്റുഡിയോയ്ക്കൊക്കെ അന്ന് വലിയ തിരക്കാണ്. എല്ലാവരും സ്റ്റുഡിയോ എണ്ണത്തിൽ കുറവാണ്, പക്ഷെ എല്ലാവർക്കും ഓണപ്പരിപാടികൾ ചെയ്യണം. അപ്പം നമ്മൾ ഊഴം വെച്ച് കാത്തു നിൽക്കുകയാണ് സ്റ്റുഡിയോ കിട്ടാൻ വേണ്ടി. 1. 2, ഒരുപാട് ഈ ഇൻവൈറ്റഡ് ഓഡിയൻസ് പ്രോഗ്രാം, ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുമ്പുള്ള ധാരാളം പരിപാടികൾ നമ്മൾ ആ സമയത്താണ് നടത്തുന്നത്. അന്ന് ഒരു പുഷ്കലകാലമാണ് ആകാശവാണിയുടെ. ഈ സാമ്പത്തികമായ ഒട്ടും ദാരിദ്ര്യമില്ലാത്ത ഒരു കാലമായിരുന്നു അത്. അപ്പോൾ ആ കാലത്ത് ധാരാളം ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിലുള്ള പരിപാടികൾ ആകാശവാണിയുടെ ഏറ്റവും വലിയ ഒരു ജനകീയ ബന്ധമായിരുന്നു അത്. ഒരു ജനകീയ ഇടപെടലായിരുന്നു അത്. ഈ ശീതീകരിച്ച സ്റ്റുഡിയോ മുറിക്കുള്ളിലേക്ക് ജനങ്ങളുമായിട്ട് ഒരുപക്ഷെ നേരിട്ട് സംവദിക്കുന്ന ആകാശവാണിയെ കയ്യെത്തും ദൂരത്ത് അവർക്ക് കിട്ടുകയാണ്. അതൊരു ചെറിയ കാര്യം. ആകാശവാണിക്ക് തിരിച്ചും. അപ്പോൾ അത് നമ്മളറിയാത്ത ഒരു വലിയ പ്രാധാന്യം അതിനുണ്ടായിരുന്നു. അപ്പോൾ ഹരിപ്പാട് KPN പിള്ള തുടങ്ങി, ഇപ്പോൾ അന്ന് കോഴിക്കോട് ആകാശവാണിയിൽ PP ശ്രീധരൻ ഉണ്ണി, PS നമ്പീശൻ തുടങ്ങി നിരവധി പേരുണ്ട്. അവരൊക്കെ അതുപോലെ തന്നെ പുറത്തുള്ളവരെ കൊണ്ട്, ഇപ്പോൾ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, അങ്ങനെ അവരെ കൊണ്ടൊക്കെ കവിതകൾ, ഓണത്തിന് ഓണപ്പാട്ടുകൾ പ്രത്യേകമായി എഴുതിക്കും. ഓണപ്പാട്ടുകൾ എഴുതിച്ചാണെന്ന് നമ്മൾ ഓണത്തിൻ്റെ ഇൻവൈറ്റഡ് ഓഡിയൻസ് പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ഒരു 15 പാട്ട് വേണമെങ്കിൽ ആ 15 പാട്ടും വളരെ നേരത്തെ തന്നെ ഓരോരുത്തർക്ക് അവിടുന്ന് നമ്മുടെ ഐഡിയ പറഞ്ഞു കൊടുത്ത് അവരങ്ങനെ ആ പാട്ട് എഴുതി തരുന്നു. ആ പാട്ട് ചിട്ടപ്പെടുത്തുന്ന ആകാശവാണിയുടെ സ്റ്റുഡിയോയിൽ തന്നെ അവരെയൊക്കെ വിളിച്ച്, പാടേണ്ടവരെയും ഒക്കെ വിളിച്ച് വളരെ കൃത്യമായ ഒരു ഇടപെടൽ അതിനുണ്ടായിരുന്നു. ഒന്നും ഇൻസ്റ്റൻ്റ് ആയിരുന്നില്ല. കാരണം ഈ ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥത നിറഞ്ഞ ഒരു മനസ്സോടെയാണ് അത് ചെയ്തിരുന്നത്. ഒരു തട്ടിക്കൂട്ടൽ പരിപാടിയായിരുന്നില്ല അത് എന്നാണ് എനിക്ക് ഒറ്റ വാക്കിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരുപാട് ജീവനുണ്ട്. ഇപ്പോൾ MG രാധാകൃഷ്ണൻ സാർ ചെയ്ത പ്രോഗ്രാം, എത്രയോ പാട്ടുകൾ, അതൊക്കെ ഇപ്പോഴും മനുഷ്യ മനസ്സുകളിൽ ആരെങ്കിലും ഒന്ന് മൂളുന്നുവെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ചെയ്ത ആളും എഴുതിയ ആളും ഒക്കെ ആ ഹൃദയം ചേർത്ത് വെച്ചാണ് ചെയ്തത്. അന്നേരം ഒന്നും ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തതല്ല അത്. അപ്പോൾ അത് അന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത അതായിരുന്നു. പിന്നെ ഇത് ആയിരക്കണക്കിന് ആളുകളാണ് ഇത് ആസ്വദിക്കുവാനായിട്ട് എത്തുന്നത്. ഇന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അങ്ങനെ ഒരു ഇൻവൈറ്റഡ്. ഇപ്പം ടാഗോർ സെമിനറി ഹാളിൽ, കോഴിക്കോട് ടാഗോർ സെമിനറി ഹാളിൽ നിറഞ്ഞു കവിഞ്ഞിട്ട് അതിൻ്റെ 4 വശത്തും റോഡിലും ആൾ തിങ്ങി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. പക്ഷേ അന്ന് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഓണത്തിൻ്റെ ഒരു ഇൻവൈറ്റഡ് ഓഡിയൻസ്. അത് നമ്മുടെ ലളിതഗാന മേളയായിരുന്നു അതൊക്കെ ഈ ആസ്വദിക്കുവാനായിട്ട് കോഴിക്കോടെ ഒരു പരിച്ഛേദം, കോഴിക്കോടെ ഒരു സമൂഹവും ഒരുപോലെ ഒഴുകി ഈ ടാഗോർ സെമിനറി ഹാളിൽ എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു കാലത്തിൻ്റെയും കൂടി പ്രത്യേകതയാണ്. അത് ആളുകൾ അതിനനുസരിച്ച് ഇപ്പം ഈ സ്റ്റേജിൽ ഈ പാട്ട് പാടുമ്പോൾ അത് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയാണ് കേൾവിക്കാർ. അപ്പോൾ ആ രീതിയിൽ പിന്നെ ഇതെല്ലാം തന്നെയാണ്, ഈ പരിപാടികളൊക്കെ തന്നെയാണ് നമ്മൾ ഓണത്തിന് പ്രക്ഷേപണം ചെയ്തിരുന്നത്. ആരെയും സ്റ്റുഡിയോയിൽ അന്ന് കൂടുതലും നമ്മൾ ഇൻവൈറ്റഡ് ഓഡിയൻസ് പ്രോഗ്രാമിന് വലിയൊരു പ്രാധാന്യം കൊടുത്തിരുന്നു. ഒരു 3-4 പരിപാടികളെങ്കിലും, പുറം പരിപാടികൾ, OB പരിപാടികളെങ്കിലും അന്ന്
കൃത്യമായി ഓരോ ഓണത്തിനും നമ്മൾ നടത്തി. എല്ലാ സെക്ഷനും ഏതെങ്കിലും ഒരു പരിപാടി, ഒരു നാടകം ഒന്നിൽ, അല്ലെങ്കിൽ ലളിതഗാനമേള, ഇങ്ങനെ കൃത്യമായി അത് നടത്തിയിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രക്ഷേപണം ചെയ്തിരുന്ന ഓണക്കാലത്ത്. നാടകം ഏതെങ്കിലും ഒരു പ്രദേശത്തൊരു നാടകമായിരിക്കും അവതരിപ്പിക്കുന്നത്. അപ്പം ആളുകൾക്കത് നേരിട്ട് കാണുവാനും ഒപ്പം അത് നമ്മൾ ശബ്ദലേഖനം ചെയ്ത് ആകാശവാണിയിലൂടെ ഓണപ്പരിപാടിയായി അത് പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ഇൻവൈറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്ന ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിലെ ഈ പരിപാടിക്ക് ഒരു ജീവനുണ്ടായിരുന്നു. അതൊരു ജീവസുറ്റ പ്രോഗ്രാമായിരുന്നു. അവിടെ വ്യത്യാസമില്ല, എല്ലാവരും, അതായത് ചുമടെടുക്കാൻ പോകുന്ന ചുമട്ടുതൊഴിലാളി മുതൽ എല്ലാവർക്കും അവിടെ പ്രവേശനമുണ്ട്. അവിടെ വലിപ്പച്ചെറുപ്പമില്ലായിരുന്നു, എല്ലാവർക്കും വന്നിരിക്കാമായിരുന്നു, എല്ലാവരും അത് കേൾക്കുമായിരുന്നു, എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുമായിരുന്നു, അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങുമായിരുന്നു. അതായിരുന്നു ആ കാലത്തെ ഓണപ്പരിപാടിയുടെ ഏറ്റവും വലിയ സവിശേഷത അതായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അതിനെ അങ്ങനെയാണ് വിലയിരുത്തുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.